ഈ വീഡിയോയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് നോക്കുന്നത്. അതിനോടൊപ്പം ചില വിഷയങ്ങളും കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഉടനീളം നിങ്ങൾ കാണുക. ഇപ്പോൾ ഇറാന് ഒരു വെൽക്കമും അതേപോലെ തന്നെ ഒരു ഇൻവിറ്റേഷനും അങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇറാനെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട്, ഇറാനെ ഒരു ചർച്ചയുടെ ഒരു ടേബിളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അമേരിക്ക പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇറാൻ ഭയങ്കര അഡമൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതിന് ഒറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ, ആയത്തുള്ള ഖമനേയി. കാരണം ആയത്തുള്ള ഖമനേയിക്ക് ഏതാണ്ട് കുറേ പ്രായമൊക്കെ ആയി. അപ്പോൾ ഏതാണ്ട് പുള്ളിയുടെ ഒരു ലാസ്റ്റ് ഡ്യൂറേഷനിലാണ് പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇറാനിൽ അയാളുടെ പേരിൽ, അതായത് ഇറാന് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേര് പുള്ളിക്ക് കിട്ടണം. പുള്ളിയുടെ, അതായത് ആയത്തുള്ള ഖമനേയിയുടെ ആ ഒരു റൂളിംഗ് പീരീഡിൽ തന്നെ ഈ ആണവായുധം നേടി ഇറാൻ എന്നുള്ളൊരു പേര്, എന്നുള്ളൊരു ഖ്യാതി ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആയത്തുള്ള ഖമനേയി. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും കൊടുക്കണ്ട, അമേരിക്ക ഏത് രീതിയിൽ നമ്മളെ അറ്റംപ്റ്റ് ചെയ്ത് ഈ ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും നമ്മൾ പോവേണ്ടതില്ല എന്നുള്ളൊരു ദൃഢമായ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സുപ്രീം റെജീമിന്റെ തീരുമാനമാണ് ഈ ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത്. അത് ഉറപ്പിച്ച തീരുമാനമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് എപ്പോഴും ഒരു സ്ട്രഗിൾ ഇറാന്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ജനങ്ങൾ തീരുമാനിച്ച് വോട്ടിട്ട് മുന്നോട്ട് നിർത്തുന്ന ഈ ഒരു പ്രസിഡന്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ വോയിസ് ഇല്ല, അതാണ് പ്രശ്നം. അവിടെ വോയിസ് ഉള്ളത് മതഭരണകൂടം, അവർ തീരുമാനിക്കുന്ന, ആ മത നേതാക്കൾ തീരുമാനിക്കുന്ന, ആ സുപ്രീം ലീഡർ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൗഢോടുകൂടി തീരുമാനിക്കുന്ന അയാൾക്കാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉള്ളത്. ജനങ്ങൾ വോട്ടിട്ട് തീരുമാനിച്ച് തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിന് യാതൊരുവിധ റോളുമില്ല. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളല്ല അവിടെ റൂൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ റൂൾ ചെയ്യുന്നത് മത നേതാക്കളാണ്. അപ്പൊ മതമാണ് നിയന്ത്രിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും ആയുധം വേണം എന്നുള്ളത് ആയത്തുള്ള ഖമനേയിയുടെ, അണുവായുധം വേണം എന്നുള്ളത് ആയത്തുള്ള ഖമനേയിയുടെ ഉറപ്പിച്ച തീരുമാനമാണ്. ഈ ഒരു കടുത്ത നിലപാട് കൊണ്ട് മാത്രമാണ് അമേരിക്ക എത്ര ശ്രമിച്ചിട്ടും ഇറാൻ വഴങ്ങാത്തത്. ഓക്കെ, ഇനിയിപ്പം ഇറാന്റെ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം. IAEA, ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി, 3800 കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. എൻറിച്ച്ഡ് യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. അത് ശരിക്കും IAEA റിപ്പോർട്ട് പ്രകാരമാണ്. ഈ IAEA റിപ്പോർട്ടിൽ കൊള്ളിക്കാതെ ഇനി വേറെ എന്തെങ്കിലും ഇറാന്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമാണ്. ഇതാണ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ഉള്ളിൽ 3800 കിലോഗ്രാം യുറേനിയം ഉണ്ട്. ഇതിൽ 60% ഇത് എൻറിച്ച്ഡ് ആണ്. 90% എൻറിച്ച്ഡ് ആക്കാനുള്ള ശ്രമവും അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഫുൾ ആൻഡ് ഫുൾ എൻറിച്ച്ഡ് ആയി വന്നു കഴിഞ്ഞാൽ ഈ 3800 കിലോഗ്രാം യുറേനിയം വെച്ചിട്ട് 152 ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ പറ്റും. 152. അപ്പൊ ഇതാണ് ഇറാന്റെ കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ഇങ്ങനെ വാൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇറാന്റെ പുറകിൽ തന്നെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഇഷ്യൂ. ഈ ഒരു വിഷയം അവിടെ കിടപ്പുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ കോർ ഇഷ്യൂ. അപ്പൊ ഈ കോർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഒരിക്കലും ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ ഈ ട്രംപ് വിളിക്കുമ്പോഴത്തേക്കും ഇറാൻ വന്ന് കസേരയിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരൊരു ടേബിളിൽ ചർച്ചയ്ക്ക് എത്താനോ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ബേസിക് ആയിട്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് നമ്പർ 1. ഇറാൻ അമേരിക്കയും തമ്മിൽ ഇന്ന് രാവിലെ മുതലേ നല്ല രീതിയിലുള്ള വാക്പോരുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെന്റുകൾ പലതും പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ മുന്നോട്ട് വെക്കുന്നത്. യുദ്ധത്തിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് സ്റ്റേറ്റ്മെന്റുകൾ രണ്ട് സൈഡിൽ നിന്നും വരുന്നത്. അമേരിക്ക പറയുന്നത് ഞാൻ നിന്റെ ന്യൂക്ലിയർ സ്പോട്ടുകൾ എല്ലാം തന്നെ അറ്റാക്ക് ചെയ്ത് കളയും എന്നാണ് പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ആഹാ നീ എന്നാ പിന്നെ ഇറാനെ അറ്റാക്ക് ചെയ്യുമോ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ, നീ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കും, ആ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള മറുപടികളൊക്കെയാണ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നത്. അമേരിക്കയുടെ മൈക്ക് വാട്സ് പറഞ്ഞിരിക്കുന്നത് 120 F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുമായിട്ട് എയർക്രാഫ്റ്റ് കാരിയർ ഇറാന്റെ അടുത്ത് എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല 8 ഡിസ്ട്രോയറുകൾ അതിന്റെ ഒപ്പം വരും. അതിലുപരിയായിട്ട് 2 സബ്മറൈൻസ് അങ്ങോട്ട് നീക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തോട്ട്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറയുകയുള്ളൂ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇറാൻ ആയുധങ്ങൾ 3 ദ്വീപുകളിലായിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. 3 ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ ഇറാന്റെ എക്സ്റ്റൻഡഡ് പോർഷൻ ആയിട്ടുള്ള ഐലാൻഡിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദ്വീപുകൾ വരുന്നത്. ഈ 3 ദ്വീപുകളിലായിട്ട് ഗ്രേറ്റർ തനബ്, ലെസർ തനബ് എന്ന് പറഞ്ഞ 2 ഐലൻഡുകൾ, അതിലുപരിയായിട്ട് അബു മൂസ എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡ്, ഈ 3 ഐലൻഡുകളിലേക്കും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അതിലുപരിയായിട്ട് അവർ കൂടുതൽ ആയുധങ്ങൾ, മിസൈൽ സിസ്റ്റംസ് എല്ലാം തന്നെ അങ്ങോട്ട് മാറ്റുന്നതായിട്ടാണ് വാർത്തകൾ വെളിയിൽ വരുന്നത്. അതായത് ഇറാൻ ഗെറ്റിംഗ് റെഡി, അവർ തയ്യാറാകുകയാണ് എന്നുള്ളതാണ് ലോകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത്.
അവരുടെ കയ്യിലുള്ളത് പാട്ട സാധനമോ അല്ലെങ്കിൽ അത് എന്ത് സാധനമോ ആയിക്കോട്ടെ, പക്ഷെ അത് പൊങ്ങി വന്ന് ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുകഴിഞ്ഞാൽ രണ്ടും തകരും എന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഏത് സാഹചര്യം വന്നാലും ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം ഉൽപ്പാദിപ്പിച്ചേ അടങ്ങൂ എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിന് തന്നെ ഒരു ബാലൻസിങ് ത്രെട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതുകൊണ്ടാണ് ഇറാനെ എത്രയും വേഗം വരുതിക്ക് വരുത്തണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക പിന്നാലെ തന്നെ നിൽക്കുന്നത്. ഇപ്പൊ അമേരിക്കയുടെ ഉള്ളിലായിക്കോട്ടെ, ഇസ്രായേലിന്റെ ഉള്ളിലായിക്കോട്ടെ, ഇസ്രായേലിന്റെ ഉള്ളിലൊക്കെ നെതന്യാഹുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി അവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നെസറ്റിന് മുന്നിൽ നിത്യ ഇസ്രായേലിന്റെ പോലീസ് സെക്യൂരിറ്റി ഫോഴ്സും അതേപോലെ ഈ പ്രതിഷേധക്കാരും തമ്മിൽ ഇന്ന് രാവിലെ തന്നെ പിടിവലിയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ഈവൻ ഒരു ബില്ല് പാസ്സാക്കാൻ പോലും, പ്രത്യേകിച്ച് ഒരു അറ്റോർണി ജനറലിനെ പുറത്താക്കുന്നത്, അതുപോലെ ഷിൻബെറ്റിനെതിരെ എടുക്കുന്ന നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ ഇങ്ങനെ തടഞ്ഞു നിർത്തി വെച്ചിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഈ ഒരു പ്രൊപ്പഗൻഡ, ഹമാസിന്റെ പ്രൊപ്പഗൻഡ വീഡിയോ പുറത്തിറങ്ങിയത്, ഇതിനെ ചൊല്ലി എല്ലാം തന്നെ ഇന്ന് രാവിലെ തൊട്ടേ ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അതല്ല ഗാസയുടെ പ്ലാൻ. ഗാസ ഇസ്രായേൽ വെച്ചിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. നെതന്യാഹുവും മാർക്കോ റൂബിയും തമ്മിൽ ഇന്നലെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് 35,000 ഹമാസ് തീവ്രവാദികളുണ്ട് ഗാസയ്ക്കുള്ളിൽ. 35,000. ഇതിലുപരിയായിട്ട് 8,000 റോക്കറ്റുകൾ അവർ ഓൾറെഡി തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 8,000 റോക്കറ്റുകൾ. ഇത് ഇസ്രായേൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ് അമേരിക്കയ്ക്ക്. ഇസ്രായേലിന്റെ അയൺ ഡോം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 92% അയൺ ഡോം ഈ ഒരു റോക്കറ്റുകളെയൊക്കെ അടിച്ച് വീഴ്ത്തും. പക്ഷെ ബാക്കി 90 ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 10 ഇസ്രായേലിൽ പതിക്കും. അതാണല്ലോ അവർ പറഞ്ഞു വെക്കുന്നത്. ഈ 8,000 റോക്കറ്റുകൾ ഈ ഗാസയ്ക്കുള്ളിലും ഇതര ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ അൽ നാസർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് വെസ്റ്റേൺ മീഡിയാസ് എല്ലാം അതിനെ എടുത്തിട്ട് നല്ല രീതിയിൽ പൊലിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഹോസ്പിറ്റൽ എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ളതിന്റെ ഉത്തരം ഇന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഇന്റലിജൻസ് ആ വിവരം പുറത്താക്കിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിനെ മാപ്പ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഈ അൽ നാസർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം നടക്കുന്നത്. ഈ അൽ നാസർ ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വിങ് അവർ ഉപയോഗിക്കുന്നത് ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ആസൂത്രണം നടത്തുന്നത് എന്നുള്ളതിന്റെ തെളിവ് സഹിതമുള്ള രേഖകൾ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എത്രമാത്രം പുറത്തുവിട്ടാലും ഇന്റർനാഷണൽ മീഡിയ പറയുമല്ലോ ഇത് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റൽ എന്തിനാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും. അതിങ്ങനെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകളെല്ലാം എടുത്തിട്ട് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രി അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗാസ എന്ന് പറയുന്നത് ഓൾറെഡി തന്നെ അമേരിക്ക പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇസ്രായേലിന് വെസ്റ്റ് ബാങ്ക് കൊടുക്കുക, ഗാസ വൃത്തിയാക്കി അമേരിക്കയുടെ കൺട്രോളും കൊടുക്കുക. ഇത് ഓൾറെഡി തന്നെ ചർച്ചയിൽ വളരെ റെഡി ആയിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിപ്പം വളരെ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ അമേരിക്കയിൽ ട്രംപ് വന്നു, ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഗാസയിൽ. അപ്പൊ ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്, ഒരു യുദ്ധം നിർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള നിലയിലുള്ള ചില വിദഗ്ധർ എന്ന് അഭിപ്രായപ്പെടുന്ന ചില ആൾക്കാർ, ചില ബുദ്ധിജീവികൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു വിഷയം മനസ്സിലാക്കണം, ട്രംപ് ശ്രമിക്കുന്നത് ഗാസയിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ്. അതായത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഉടനീളം നോക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഗാസയിൽ അവരെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ഇതുവരെ ഇറങ്ങി പോകുന്ന ഒരു മട്ട് കാണുന്നില്ല. പിന്നെ അവിടെ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കുന്നത്. എന്റെ മോൻ ഹമാസിലുണ്ട്, അപ്പൊ അവൻ എന്തായാലും അവിടെ നിന്ന് വരില്ല, ആ ടെറിട്ടറി വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താ ചെയ്യുക, ഞാനും എന്റെ കുടുംബം ഇവിടെ തന്നെ താമസിക്കും. ആ രീതിയിൽ സ്റ്റബൺ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നിലകൊള്ളുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകേണ്ടി വരും. കാരണം ഇസ്രായേലിന് ടാസ്ക് വളരെ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ ക്വിക്ക് ടാസ്ക് ആണ്. ഈ ഗ്രൗണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇപ്പൊ ഇറക്കി വിട്ടിരിക്കുന്നത് തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, ഈ റോക്കറ്റുകൾ എവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുക, അതേപോലെ തന്നെ ഈ തുരങ്കങ്ങൾ കണ്ടെത്തുക, അതേപോലെ എവിടെയൊക്കെയാണ് ഈ ഒരു ബന്ദികളെ സൂക്ഷിച്ച് വെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക, ക്യാമറകൾ സ്ഥാപിക്കുക, ന്യൂസുകൾ ചോർത്തുക, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഇറക്കി വിട്ടിരിക്കുന്നത്. മെയ് മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഗാസയെ ചൊല്ലി ഒരു നിർണായക തീരുമാനം പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൃത്യമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാവും എന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ബ്ലാക്ക് സീയിലൂടെ നിന്നുപോയ ഗ്രൈൻ ഡീലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ഗ്രൈൻ ഡീൽ എന്ന് പറയുന്നത് ഉക്രൈനിൽ നിന്നും ബ്ലാക്ക് സീയിലൂടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള മേഖലകൾക്കെല്ലാം ഈ ഒരു ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കയറ്റി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലാണ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് വരാം. കാരണം 2022 3 വർഷത്തെ
ഒരു പ്രാഥമികമായിട്ട് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് സൈൻ ചെയ്ത ഒരു ഡീലാണ്. അതിൽ നിന്നും റഷ്യ പുറകോട്ട് പോയതിന്റെ കാരണം സാങ്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെ സാങ്ഷൻസ് ഒക്കെ നിലനിന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും റഷ്യ ഒരു ഗ്രൈൻ ഡീൽ എന്നുള്ള വിഷയത്തിനെ ചൊല്ലി സൗദി അറേബ്യയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അമേരിക്ക വളരെ കൃത്യമായിട്ട് തന്നെ അത് മുഖവിലേക്ക് എടുക്കുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താം എന്നുള്ള സമ്മതം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഈ ഒരു ബ്രെഡ് ബാസ്ക്കറ്റിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ലൈം ലൈറ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതെന്തായാലും റഷ്യയുടെ സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് റഷ്യ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഈ യുദ്ധം നടത്താൻ തയ്യാറാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കാരണം ഉക്രൈന്റെ ഭാഗത്തുള്ള തീരുമാനം കൂടെ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിലുപരിയായിട്ട് റഷ്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ലൈൻ അറ്റാക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് റഷ്യ. എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ട് ലൈൻ അറ്റാക്ക് കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഫ്രണ്ട് ലൈനിൽ ഒരു സെറ്റ് ഓഫ് ഒരു ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു. അപ്പൊ അടുത്ത ഇവരെ അനുഗമിക്കുന്ന ആൾക്കാർ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 3 to 5 കിലോമീറ്റർ സർക്കിളിലായിരിക്കും ഉണ്ടാവുക അടുത്ത സെറ്റ് ഓഫ് സോൾജേഴ്സ് നിൽക്കുന്നത്. അറ്റ് എ ടൈമിൽ ഒരു ഏരിയയിലുള്ള ഫ്രണ്ട് ലൈൻ മൊത്തം തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മുതൽ 5 കിലോമീറ്റർ ബഫർ സോൺ കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ബഫർ സോൺ കിട്ടുമ്പോഴത്തേക്കും റഷ്യ കുറച്ചുകൂടെ ശക്തിയായിട്ട് മുന്നോട്ട് കയറിപ്പോകും. അങ്ങനെ കയറി പോകുമ്പം അടുത്ത ഫ്രണ്ട് ലൈൻ ആയിരിക്കും നിങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയുക. അപ്പൊ അങ്ങനെ ഒരു അടുത്ത ഫ്രണ്ട് ലൈനെ അടിച്ച് തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ അങ്ങനെയൊക്കെ ഗ്രാബ് ചെയ്ത് സ്ഥലം എത്രയും വേഗം കൂടുതൽ കൈക്കലാക്കാൻ പറ്റുമോ ആ രീതിയിൽ കൂടുതൽ സ്ഥലങ്ങൾ ഗ്രാബ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് റഷ്യയുടെ ഫ്രണ്ട് ലൈൻ സോൾജേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ആർട്ടിലറീസ് ഒക്കെ ഏതാണ്ട് 70% ആർട്ടിലറീസ് ഒക്കെ റഷ്യയുടേതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് അത് അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 70%-ലും അധികം നഷ്ടം ഉക്രൈനും സംഭവിച്ചിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് റഷ്യയുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ, റഷ്യയുടെ എയിം എന്ന് പറഞ്ഞാൽ സ്ഥലം കയറി പിടിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സോവിയറ്റിന്റെ ടൈമിൽ റഷ്യയുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലുപരിയായിട്ടുള്ള സ്ഥലങ്ങൾ കയറി പിടിക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം. ഈ ഡോൺബോസ് റീജിയൻ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ചർച്ചയിൽ വന്ന വിഷയമാണ്. അതായത് അമേരിക്കയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഉക്രൈന്റെ അടുത്തും പറഞ്ഞിരിക്കുന്ന ഒരു അഡ്വൈസ്, അമേരിക്ക പറഞ്ഞിരിക്കുന്ന അഡ്വൈസ് ഡോൺബോസ് റീജിയൻ റഷ്യക്ക് കൊടുക്കുക എന്നുള്ളതാണ്, വിട്ടുകൊടുക്കാൻ. ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ യുദ്ധം നിർത്തുക, ഈ യുദ്ധം നിർത്തിയിട്ട് പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാർഗമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇതിന് ഒരു പ്രോഡക്റ്റിക് ആയിട്ടുള്ള നല്ലൊരു ഐഡിയ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ഈ ഇടഞ്ഞു നിൽക്കുന്ന ഈ UK, മാക്രോൺ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി നല്ല രീതിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു അറ്റ് സ്പോട്ടിൽ ഇവർക്ക് യുദ്ധം നിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള നെഗോസിയേഷൻ ചർച്ചകളാവാന്നേ ഉള്ളൂ. പക്ഷെ ഇത്രയും ഡെവലപ്ഡ് ഭയങ്കരമായിട്ടുള്ള രാജ്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, മുൻകൂട്ടി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ അവകാശപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്തത് എന്നാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആൾക്കാർക്ക് തോന്നുന്നത്. മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ കോമാളിയാക്കിക്കൊണ്ട് ഇവർ നടത്തുന്ന ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം, അതിലേക്കൊരു പീസ് ഡീല്, ഇതെല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും കൂടുതൽ കോമാളിയായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉക്രൈനാണ്. കാരണം അവരുടെ സ്ഥലമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, യൂറോപ്പിന്റെ സ്ഥലം നഷ്ടപ്പെടുന്നില്ല, ഉക്രൈന്റെ സ്ഥലം മാത്രമാണ് നഷ്ടപ്പെടുന്നത്. എനിവേ, ഉക്രൈനെ അനുകൂലിക്കുന്നവർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ പറയാം. കാരണം എപ്പോഴും നമ്മൾ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് റഷ്യയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. റഷ്യക്ക് റഷ്യയുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കാനും അവർക്ക് അതിന്റെ കപ്പാസിറ്റി ഉണ്ട്. അവർ ഒരുപാട് യുദ്ധങ്ങളൊക്കെ കണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. അല്ലാതെ ഉക്രൈനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്ഥലം എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും ആൾക്കാർ. അത് ആദ്യം ചിന്തിച്ചു നോക്കണം. അമേരിക്കയിൽ നിന്നും പീറ്റർ ഹെഗ്സെറ്റ് ഇന്ന് ഫിലിപ്പൈൻസ് സന്ദർശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫിലിപ്പൈൻസ് സന്ദർശിക്കുന്നത് പറഞ്ഞാൽ ഉറപ്പാണ് ചൈനയ്ക്ക് പണി കൊടുക്കാനാണ്. കാരണം ഇറാനെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന, ഇറാന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന, ഇറാന് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് ഓയിൽ മേടിച്ച് ഇറാനിൽ നിന്നും ഇല്ലീഗലായിട്ട് ഓയിൽ കൊണ്ടുവന്ന് അത് ചൈനയിൽ വെച്ച് ശുദ്ധീകരിച്ച് റിഫൈൻ ചെയ്ത് ഇറാന് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ കുറച്ച് പൈസ ചൈനയും കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഇതിനെ ചൊല്ലി ഒരു കമ്പനിയെ അമേരിക്ക സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കമ്പനിയുടെ പേര് ഒരു പ്രധാനമായി ഷാൻഡോങ് ഷുവാഗ്വാങ് പെട്രോകെമിക്കൽ.co, ഇതാണ് ആ കമ്പനിയുടെ പേര്. ഈ കമ്പനിയെ പ്രത്യേകിച്ച് ഇതിനെ സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വേറെ ഏതെങ്കിലും കമ്പനികളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഈ സാങ്ഷൻസ് ബാധിക്കുന്നതായിരിക്കും. ഇനി അഥവാ ഏതൊക്കെ കമ്പനികൾ ഈ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്ത് റിഫൈനറി ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡീലിങ്സ് നടത്തുന്നുണ്ടോ ആ കച്ചവടങ്ങളൊക്കെ ഇനി പൂട്ടിക്കെട്ടേണ്ടി വരും. ഇനി ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു റിഫൈൻഡ് ഓയിൽ മേടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് കൂടെ ഈ സാങ്ഷൻസ് ബാധകമാകുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിൽ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഈ ഒരു സാങ്ഷൻ. ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ചൈനയ്ക്ക് മാത്രമല്ല ഇറാനും വളരെ വലുതാണ്.
ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇറാൻ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണോ ഡിപ്പെൻഡ് ചെയ്തിട്ട് വളരെ മുട കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ രാജ്യങ്ങളൊക്കെ ആദ്യം ഒന്ന് വരിഞ്ഞു മുറുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പൊ പീറ്റർ ഹെഗ്സെത്ത് ഫിലിപ്പൈൻസിലുള്ളത്. ഇന്ത്യയും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു മെമ്പർഷിപ്പിൽ ഇന്ത്യ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഈവൻ തുളസി ഗബാർഡ് ഇന്ത്യയിൽ വന്ന സമയത്തും ഫിലിപ്പൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഇൻഡോ പസഫിക്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗം ഇത് തന്നെയാണ്. കാരണം യൂറോപ്പിനെ ഇപ്പം അമേരിക്ക വലിയ രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല, അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജിയോ പൊളിറ്റിക്സുമായിട്ട് ഇൻഡോ പസഫിക് മേഖലയിൽ വരാനാണ് താല്പര്യപ്പെടുന്നത്. ഇതിൽ ചൈനയ്ക്കെതിരെ തിരിയാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. തൈവാനെ എങ്ങനെയാണ് ഒരു ടെൻസ്ഡ് ഏരിയ ആയിട്ട് ചൈനയ്ക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നത്, അതേപോലെ തന്നെ ഫിലിപ്പൈൻസിനെ മറ്റൊരു ടെൻസ്ഡ് ഏരിയ ആയിട്ട് മാറ്റി നിർത്താനാണ് അമേരിക്ക ഇപ്പോഴത്തെ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമേരിക്ക മാത്രമല്ല, ഇതിനകത്ത് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ചൈനയെ വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇറാന് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടും ചൈന നിർത്തേണ്ടി വരും, ആ രീതിയിലാക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോ, ഹൂത്തികളുടെ മേളിൽ ഇത്രയും തീവ്രമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യം തന്നെ ഇറാൻ ഇപ്പൊ അനങ്ങാൻ പറ്റത്തില്ല. കാരണം ഇസ്രായേൽ ഇവിടെ വെടിപ്പായിട്ട് ഗാസയെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഗാസയ്ക്കുള്ളിൽ ഇത്രമാത്രം തീവ്രമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാൻ അനങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇറാൻ അനങ്ങാൻ പറ്റത്തില്ല. കാരണം അവിടെ ഹൂത്തികളുടെ മേളിൽ തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമേരിക്കയുടെ വാർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ പോർഷനിൽ വളരെ തകൃതിയായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറാൻ അങ്ങും ഇങ്ങും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഇറാനെ കൃത്യമായിട്ട് ലോക്ക് ചെയ്തുകൊണ്ടാണ്, ഇറാനെ പൂട്ടി നിർത്തിക്കൊണ്ടാണ് ഇവിടെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ കളിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഡോമിനേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര സൈഡിൽ നിന്നാണ് ഇസ്രായേലിനെ തുടക്കകാലത്ത് ആക്രമിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ എത്ര സൈഡിൽ നിന്ന് ആക്രമിക്കുന്നുണ്ട്? ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ തെളിവ്. പിന്നെ ഇതിനകത്ത് വേറെ കൂടുതൽ തെളിവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്റർണൽ ആയിട്ട് പല വിഷയങ്ങളുണ്ടാവും. അതൊന്നും ഈ ഗാസ ആക്രമണത്തെയോ IDFന്റെ ഫോഴ്സ് ഡിപ്ലോയ്മെന്റിനെയോ അല്ലെങ്കിൽ ഗാസയ്ക്കുള്ളിലുള്ള ആക്രമണത്തിനെയോ ആ രീതിയിലൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ 16 പുതിയ സെറ്റിൽമെന്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. 16 പുതിയ സെറ്റിൽമെന്റുകൾ. ഈ സെറ്റിൽമെന്റുകൾ എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് സെറ്റിൽമെന്റുകൾ ആക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ നെസറ്റിനുള്ളിൽ തീരുമാനം പാസ്സാക്കിയിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് സെറ്റിൽമെന്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ലാൻഡ് പൂർണ്ണമായിട്ടും ഇസ്രായേൽ അങ്ങ് സ്വന്തമാക്കുകയാണ്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സെറ്റിൽമെന്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലിരിക്കുന്ന സെറ്റിൽമെന്റുകളെ ഇതുവരെ സെറ്റിൽമെന്റുകളാണെന്ന് വിളിച്ചിരുന്നത്. അവിടെ ഒരു ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഉണ്ടെന്നുള്ളതിലുപരിയായിട്ട് ആ ലാൻഡ് ഇതുവരെ സ്വന്തമല്ല എന്നുള്ള നിലയിലാണ് ഈ സെറ്റിൽമെന്റുകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ സെറ്റിൽമെന്റുകളെയും ഇൻഡിപെൻഡന്റ് സെറ്റിൽമെന്റുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. നെസറ്റിൽ ഓൾറെഡി ബില്ല് പാസ്സാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഹമാസിനും ഫത്തേ പാർട്ടിക്കും ഇടയിൽ നല്ല തർക്കം അവിടെ നടക്കുന്നുണ്ട്. ഹമാസ് ഇപ്പൊ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. കാരണം ആരും തന്നെ സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ഹമാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് തകൃതിയായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.